കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പെണ്ണ്. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. രാത്രി ബാൽക്കണിയിൽ ഇരുന്ന് ഫോണിലൂടെ കാര്യമായ സംസാരത്തിലാണ് ദേവഭദ്ര. നല്ല ഉറക്കത്തിലാണ്. വിവി പോയതും കയറി കിടന്നതാണ് ആള്. ചെറിയ തോതിൽ തലവേദനയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് കയറി കിടന്നാണ്. ദേവ് ഫോണിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് കണ്ണുകൾ അവളെ തേടി പോകുന്നുണ്ട്. സമയം 8 മണിയോട് അടുക്കുന്നു. അവൾ നല്ല ഉറക്കമാണ്. അല്പം കഴിയുന്ന ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് അവൻ അവൾക്കരികിലേക്ക് നീങ്ങി. ബെഡിൽ മൂടിപ്പതച്ച് കൂനിക്കൂടി കിടക്കുന്നവളെ അവൻ കൈകൊണ്ട് തട്ടി വിളിച്ചു. ജാൻകി, ജാൻകി. അവൻ 2 തവണ തട്ടി വിളിച്ചവും അവൾ മുഖച്ചു വിളിച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ തുറന്നവനെ നോക്കി. ACP? അവൾ അവനെ ഉറക്കെ ചടവോടെ വിളിച്ചു. എന്താ എഴുന്നേൽക്കാൻ പാവില്ലേ മേഡത്തിന്? സമയം എത്രയായിന്നറിയോ? വാ, ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഉറങ്ങാം. അവൻ അവൾ നോക്കി പറഞ്ഞു. എനിക്ക് വയ്യ, ശരീരം വേദനിക്കണു, പനിയുണ്ടെന്നാ തോന്നുന്നത്. അവൾ അവനോട് അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അവൻ അവളുടെ നെറ്റിയിലും കഴുത്തിലെല്ലാം തൊട്ടു നോക്കി. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആൾക്ക് പനിക്കുന്നുണ്ട്. പനിയുണ്ട്, വാ എഴുന്നേൽക്ക്. ഭക്ഷണം കഴിച്ചിട്ട് ഡോളോ തരാം, ശരിയായിക്കോളൂ. ഇല്ലെങ്കിൽ നമുക്ക് നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോവാം. അവൻ അവളുടെ കവിൾ തലോടിക്കൊണ്ട് പറഞ്ഞു. അവളൊന്നും പറഞ്ഞില്ല. അവനെ നോക്കി അങ്ങനെ കിടന്നു. ഇതും ഈ സമയത്തുള്ളതാണോ? അവൻ അവളെ നോക്കി ചോദിച്ചു. അവൾ മനസ്സിലാവാതെ അവനെ നെറ്റി വിളിച്ച് നോക്കി. ഇതും ഈ പീരീഡ്സ് ടൈമിലുള്ളതാണോന്ന് അവൻ ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കി. അല്ല, ഇത് അതിൻ്റെ അല്ല. എന്ത് പറ്റിയെന്നറിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് നല്ല ശരീരവേദന ഉണ്ടായിരുന്നു. പിന്നെ തലവേദന വന്നു. ഇപ്പതേ പനിയും. അവളൊന്ന് മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് നീ രാവിലെ എന്താ പറയാതിരുന്നത്? അവൻ ഗൗരവത്തോടെ അവളെ നോക്കി ചോദിച്ചു. അത് ഞാൻ വിചാരിച്ചു പീരീഡ്സിന്റെ പെയിൻ ആയിരിക്കുന്നു. അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു. വാ എഴുന്നേൽക്ക്. അവൻ എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് അവന് പുറകെ നടന്നു. ഡോറിനരികിലെത്തിയതും അവൾ അവന്റെ കയ്യിൽ പിടിച്ചു. അവൻ തിരിഞ്ഞു നോക്കിയതും അവൾ എടുക്കാനായി കൈകൾ ഉയർത്തിപ്പിടിച്ച് നിന്നു. അവൻ അവളെ പൊക്കിയെടുത്തതും അവൾ കാലുകൾ അവന്റെ ഇടുപ്പിൽ ചുറ്റി വെച്ചുകൊണ്ട് ആ തോളിലേക്ക് തലയാഴ്ച വെച്ച് കിടന്നു. എനിക്ക് തളർച്ച തോന്നി ACP. അവൾ അവനെ നോക്കി പറഞ്ഞതും അവനവളെ നെറുകയിലൊന്ന് മുത്തിക്കൊണ്ട് അവളെ കുറച്ചുകൂടി ഉയർത്തിപ്പിടിച്ച് താഴേക്ക് നടന്നു. നമുക്ക് ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങാം. അവൻ താഴേക്ക് പടിയിറങ്ങി ഡൈനിങ് ടേബിളിൽ ഇരുത്തിക്കൊണ്ട് ഫുഡ് എടുക്കാൻ അടുക്കളയിലേക്ക് പോയി. 2 പ്ലേറ്റിൽ ഫുഡുകളുമായി വന്ന് അവൾക്കുള്ളത് വാരി നൽകി. അവൻ തന്ന അത്രയും യാതൊരു മടിയും കൂടാതെ കഴിച്ചു. ശേഷം അവനും കഴിച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചുകൊണ്ട് ലൈറ്റുകളെല്ലാം അണച്ച് വാതിൽ പൂട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തിരികെ അവൾക്കടുത്തേക്ക് നടന്നുകൊണ്ട് അവളെയും എടുത്ത് പടികൾ കയറി. ACP? അവൾ അവൻ്റെ തോളിൽ കിടന്നുകൊണ്ട് വിളിച്ചു. നാളെ പോകണം. വേണോ? വേണ്ട. അവൾ അവനെ ഇറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട. അവനും അവൾ ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാതിൽ തുറന്ന് അവളുമായി അകത്തേക്ക് കടന്നു. ലൈറ്റ് അണച്ചുകൊണ്ട് ബെഡ് ലാമ്പ് ഓൺ ചെയ്ത് അവൻ അവളോടൊപ്പം ബെഡിലേക്ക് കിടന്നു. രാത്രി പലതവണ അവൾ ഉണർന്നു. അവൾക്കൊപ്പം അവനും ഉണർന്നു. പനി കൂടിയും കുറഞ്ഞു നിൽക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് നന്നായി തന്നെ തണുപ്പ് അടിക്കുന്നുണ്ട്. എനിക്ക് ഒട്ടും വയ്യ ദേവേട്ട, ശരീരാകെ വല്ലാണ്ട് വേദനിക്കുന്നു. അവൾ ഹെഡ്രസ്റ്റിൽ ചാരിയിരിക്കുന്നവന് നെഞ്ചിലേക്ക് തലയാഴ്ചകൊണ്ട് പറഞ്ഞു. അവൻ ക്ലോക്കിലേക്ക് സമയം നോക്കി. 5 മണിയോട് അടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഒന്ന് വിളിച്ചു വന്നോട്ടെ. ഡോക്ടർ 7 മണിയാകുമ്പോഴേ എത്തുള്ളൂ. അവൻ അവളുടെ നെറുകയിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ പനി അത്ര കാര്യമായിട്ടില്ല, പക്ഷെ ആൾക്ക് നല്ല ക്ഷീണമുണ്ട്. അവൻ അവൾ ഒന്നുകൂടി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളൊന്ന് തുമ്മിക്കൊണ്ട് അവനോട് ചേർന്ന് പതുങ്ങിക്കൂടി. ആ ഇരുത്ത് അങ്ങനെ ഇരുന്ന് 2 പേരും ഉറങ്ങിപ്പോയി. അകത്തേക്ക് ഇരച്ചു കയറുന്ന വിളിച്ച മുഖത്തടിച്ചവും ദേവ് കണ്ണു തുറന്നു. അവൻ തന്നെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്നവളെ നോക്കി. ആള് നല്ല ഉറക്കമാണ്. അവൻ അവളെ വിളിച്ചുണർത്താൻ തോന്നിയില്ല. പക്ഷെ ഹോസ്പിറ്റൽ പോകണമെന്ന ചിന്ത വന്നതും അവൻ അവളെ പയ്യെ തട്ടി വിളിച്ചു. ജാൻകി? അവളൊന്ന് കുറുകിക്കൊണ്ട് അവനോട് ഒട്ടിക്കിടന്നു. ജാൻകി? അടുത്ത വിളി കൂടി കാതിലേക്ക് വഹിച്ചതും അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു. എഴുന്നേറ്റൊന്ന് ഫ്രഷ് ആവും, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാം നമുക്ക്. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ ചുണ്ടിലൊന്ന് മുത്തിമാറി. അവൾ അവനിൽ നിന്ന് വിട്ടകന്നുകൊണ്ട് എഴുന്നേറ്റു. അവൻ അവൾക്ക് ഇട്ടുമാറാനുള്ള വസ്ത്രങ്ങൾ എടുത്തു കൊടുത്തു. അവൾ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവൻ വിളിച്ചു പറഞ്ഞു. അവൾ അതിനൊന്ന് തലയാട്ടി കൊടുത്തു. അവൾ അകത്തേക്ക് കയറിയതും അവൻ ഫോൺ എടുത്തുകൊണ്ട് ഓഫീസിലേക്ക് വിളിച്ചു. നാരായണ, ഞാൻ കുറച്ച് ദിവസം ലീവായിരിക്കും. അവന്മാരെപ്പോഴാണ് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുന്നത്? സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ സാറിനെ വിളിച്ച് പറഞ്ഞോളാം. അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. സാറിന്നില്ലെന്ന് ഇന്ന് മാത്രമല്ല, കുറച്ച് ദിവസം ലീവിലായിരിക്കുന്ന പറഞ്ഞ് നാരായണൻ അടുത്തിരിക്കുന്ന SI സോമനോട് പറഞ്ഞു. അങ്ങേരെ സമ്മതിക്കണം, കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ജോലി കയറിയില്ലേ? ഞാനൊക്കെ ആയിരിക്കണം ഒരു ലോങ് ലീവ് എഴുതി കൊടുത്ത് വീട്ടിലിരുന്നേനെ. അയാൾ കയ്യിലെ ചായ ഒന്ന് മുത്തി കുടിച്ചുകൊണ്ട് പറഞ്ഞു. സാറങ്ങനെയാ, ജോലിക്കാര്യത്തിലൊരു വിട്ടുവീഴ്ച ഇഷ്ടമല്ല. അയാൾ പറഞ്ഞുകൊണ്ട് സെല്ലിലെ കീയും കയ്യിൽ പിടിച്ച് ക്ലീറ്റസ് കിടന്ന സെല്ലിൽ ക്ഷമിച്ച് നടന്നു. അയാൾക്ക് പുറകെ തന്നെ സോമന് 2 പോലീസുകാരും നടന്നു. വണ്ടി റെഡിയല്ലേടോ?
അയാൾ ചുണ്ടം തുടച്ചുകൊണ്ട് അടുത്ത് നടക്കുന്ന പോലീസുകാരനോട് ചോദിച്ചു. റെഡിയാണ് സർ. അയാൾ പറഞ്ഞുകൊണ്ട് അയാൾക്കൊപ്പം നടന്നു. ക്ലീറ്റസിന്റെ സെല്ലിന് മുമ്പിൽ വന്നു നിന്നു. അവർ കാണുന്നത് തറയിൽ ചെരിഞ്ഞ് കിടക്കുന്നയാളെയാണ്. ആ ഒരു സെല്ല് തുറക്കുന്ന ശബ്ദം കേട്ടതും അയാൾ ഞെട്ടിക്കൊണ്ട് ശ്രമപ്പെട്ട് എഴുന്നേറ്റ് നിന്നു. ആ ഉറക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലീറ്റസ് സാറേ? SI സോമൻ അയാളെ നോക്കി പരിഹാസത്തോടെ തിരക്കി. അയാൾ വന്ന അമർഷം പുറത്തേക്ക് കാണിക്കാൻ വയ്യാതെ അവരെ നോക്കാൻ നിന്നു. ഇനിയിപ്പോ ഇതിലും നല്ല വിസ്താരമുള്ള ജയിൽ മുറിയിൽ ഒരുപാട് പേർക്ക് നടുവി കിടക്കാലോ, പേടിയൊന്നും വേണ്ടല്ലോ. SI സോമൻ അയാളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. അങ്ങനെയൊന്നും എന്നെ ജയിലിൽ കിടക്കാൻ ഒക്കത്തിലുള്ള നായേ. അയാൾ ഉള്ളിൽ ഞൊടിഞ്ഞുകൊണ്ട് അയാളിൽ നിന്ന് മുഖം വെട്ടിച്ചു മാറ്റി. കമ്മീഷണർ സാറ് പ്രത്യേകം ജയിൽ സൂപ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇറക്കുമതി അങ്ങോട്ട് അയക്കുന്നുണ്ട്. VIP സെല്ലുകളൊക്കെ ചിലപ്പോൾ ചോദിച്ച് കളയും കൊടുക്കല്ലേ എന്ന്. പോരാത്തതിന് ചെല്ലുമ്പോൾ തന്നെ നല്ല അസല് വിരുന്ന സൽക്കാർ ഒരുക്കിയിട്ടുണ്ടെന്നാ അറിഞ്ഞ്. അതുകൊണ്ട് വെറുതെ നിന്ന് നേരം വഹിക്കാതെ ദേ ഇത് സാറിന്റെ കയ്യിലേക്ക് ഇട്ട് കൊടുത്ത് സാറിനെ എഴുന്നള്ളിച്ചാട്ട് കുമാരാ. അയാൾ അടുത്ത് നിന്ന കോൺസ്റ്റബിൾ കുമാരനെ നോക്കി പറഞ്ഞു. അയാളൊന്ന് പതിരി. സർ ഞാൻ എന്താടോ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം, ഡിസ്മിസൽ ലെറ്റർ അടിച്ച് കൈ തന്നേക്കാം ഞാൻ. അയാൾ രൂക്ഷമായി തന്നെ മറുപടി നൽകി. കുമാരൻ വേഗം അയാളുടെ കൈകളിൽ വിലങ്ങണിച്ചുകൊണ്ട് അയാളെ ദയനീയമായി നോക്കി. അയാൾ അമർഷത്തോടെ മുഖം വെട്ടിച്ചു മാറ്റി. ആ എന്നാ പിന്നെ നിങ്ങൾ രണ്ടാളും അയാളെ കൊണ്ട് വണ്ടി കയറിക്കോ, അയാൾ പറഞ്ഞു. അവർ രണ്ടുപേരും അയാളെ നോക്കി നടന്നു. വാടോ ഇനി മറ്റവനെ പോയി ആനയിക്കാം, അയാൾ കോൺസ്റ്റബിൾ നാരായണനോട് പറഞ്ഞുകൊണ്ട് ഇന്റർഗേഷൻ റൂം ലക്ഷ്യം വെച്ച് നടന്നു. അവിടെ ചെന്ന് അവർ കണ്ടത് താഴെയിരുന്ന ഒരു ഭാഗത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുന്നവനെയാണ്. കണ്ണുകൾ വീങ്ങിയിരിക്കുന്നുണ്ട്. ആകെ അലങ്കോലമായ രൂപം. അവൻ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നിടത്തേക്ക് കണ്ണു വായിച്ചതും അവർക്കൊന്നും കാണാൻ സാധിച്ചില്ല. അവരിരുവരും വന്നൊന്നറിയാത്ത പോലെയാണ് അവന്റെ ഇരിപ്പ്. ദാ നാരായണൻ അവനെ വിളിച്ചു. അവനവർ നിൽക്കുന്നിടത്തേക്കൊന്ന് കണ്ണു വായിച്ചുകൊണ്ട് വീണ്ടും പഴയതുപോലെ തന്നെ മുന്നിലുള്ള ഭിത്തിയിലേക്ക് മിഴികൾ ഉറപ്പിച്ചു വെച്ചു. അവന്റെ കാര്യത്തിൽ തീരുമാനമെന്നാണോടെ തോന്നുന്നത്, SI സോമൻ നാരായണൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. അയാൾ അവനടുത്തേക്ക് നീ അവന് വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ വിലങ്ങിട്ടു. അവനിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല. അനുസരണയോടെ അവൻ അവർക്കൊപ്പം നടന്നു നീ. ഇരിക്കും, മുന്നിലെ ചെയർ ചൂണ്ടിക്കാൻ ഡോക്ടർ പറഞ്ഞു. ദേവേഗ അയാൾക്ക് മുമ്പിലെ ചെയറിലേക്ക് ഇരുന്നു. ഭദ്ര അയാൾക്കടുത്തേക്ക്. എന്താണ് വിശേഷം? അദ്ദേഹം അവർ നോക്കി ചോദിച്ചു. ഇന്നലെ തൊട്ട് നല്ല മേൽവേദനയും പനിയുണ്ട് ഡോക്ടർ. പനി ഇന്നലെ രാത്രി തൊട്ടാണ് തുടങ്ങിയത്. തലവേദനയും മേൽവേദനയായിരുന്നു ആദ്യ തുടക്കം. ദേവ് അദ്ദേഹത്തിന് ഉത്തരം നൽകി. അദ്ദേഹം അവളെ പരിശോധിച്ചു. തൊണ്ടവേദനയുണ്ടോ? ഉണ്ട്. വോമിറ്റ് ചെയ്തോ? ഓവ്. അവൾ ദേവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ അവളെ നോക്കി കണ്ണുരുട്ടി. എത്ര തവണ വോമിറ്റ് ചെയ്തു? 3. അവൾ മറുപടി നൽകിക്കൊണ്ട് ദേവിനെ നോക്കി. അവിടെ ഇപ്പോഴും അതേ ഭാവമാണ്. തലകറക്കമുണ്ടോ? ഉവ്. വല്ലാത്ത തളർച്ച തോന്നുന്നുണ്ട്. കൈയും കാലും അടിവേറും പുറമൊക്കെ നല്ല വേദന തോന്നുന്നുണ്ട്. പിന്നെന്താ ഇന്നലെ വരാഞ്ഞ്? അത് പീരിയഡ്സ് ഡേയ്സിൽ പൊതുവെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, അപ്പം അതിൻ്റെ ആണെന്ന് വിചാരിച്ചു. ഡെങ്കിയാണല്ലോടാ, അദ്ദേഹം പറഞ്ഞ ഭദ്ര കണ്ണു വീഴ്ച. ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, പിന്നെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഒരാഴ്ച കഴിക്കാനുള്ള മരുന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, കുറഞ്ഞില്ലെങ്കിൽ വരണം. താങ്ക് യു ഡോക്ടർ. ദേവ് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. നീ എന്താ വോമിറ്റ് ചെയ്ത കാര്യം എന്നോട് പറയരുത്. ഡോക്ടറുടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ദേവ് അവൾ നോക്കി ഗൗരവത്തോട് ചോദിച്ചു. അത് ഞാനറിഞ്ഞോ പനി വരാണെന്ന്? അതെല്ലാ പ്രാവശ്യവും ഉള്ളതാ. അവൾ അവനെ നോക്കി ചുണ്ടി വിളിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളെ നോക്കി അമർത്തി മൂടി. എനിക്ക് വയ്യ, എവിടെയെങ്കിലും ഇരിക്കാം, അവൾ അവനെ നോക്കി തളർച്ചയോടെ പറഞ്ഞു. ഇരിക്കാം. ഫാർമസിയുടെ അടുത്തെത്തിയതും അവനവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ചെയർ ചൂണ്ടി അവളോട് അതിലിരിക്കാൻ പറഞ്ഞു. അവൾ അവിടെ ഇരുന്നു. അവൻ ഫാർമസിയിൽ നിന്നും മരുന്ന് വാങ്ങാൻ നിന്നു. ഒന്ന് പതുക്കെ പിടിക്കടി. ആരുടെയോ ആക്രോശം കേട്ടതും ഭദ്ര ആ ഭാഗത്തേക്ക് നോക്കി. ACP സുദേവിനെ താങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവൾ കണ്ടത്. അയാൾ അവരോട് എന്തൊക്കെയോ കയർത്ത് സംസാരിക്കുന്നുണ്ട്. അവരിൽ നിന്ന് മുഖം വെട്ടിച്ചു മാറ്റിയതും സുദേവ് നേരെ നോക്കിയ ഭദ്രയാണ്. അവളെ നോക്കിക്കൊണ്ട് അയാൾ കൂടെയുള്ള സ്ത്രീയുടെ കൂടെ ഹോസ്പിറ്റലിന് പുറത്തേക്ക് നടന്നു. അവൾ ദേവ നിന്നിടത്തേക്കൊന്ന് നോക്കി. മരുന്ന് വാങ്ങിക്കൊണ്ട് നിൽക്കുന്നവനെ കണ്ടതും അവൾ അവനരികിലേക്ക് ചെന്ന് അവന്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് അവനെ ചാരി നിന്നു. എന്താ? അവൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കിടക്കണം, അവൾ മറുപടി നൽകി. ദേ ഈ ഇഞ്ചക്ഷൻ എടുത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് നമുക്ക് പോവാം, അവൻ അവളെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനോട് ചേർന്ന് നിന്നു. അവർ മരുന്ന് വാങ്ങി ലാബിലേക്ക് ചെന്നു. ഇങ്ങോട്ടിരുന്നോളൂ. നേഴ്സ് അവളെ അവിടെയുള്ള ചെയറിലേക്ക് എത്തിക്കൊണ്ട് ബ്ലഡ് എടുത്തു. ശേഷം ഒരു ഇഞ്ചക്ഷനും എടുത്തു. റിസൾട്ട് വരെ 1 മണിക്കൂർ എടുക്കും കേട്ടോ, ആ നേഴ്സ് അവനോട് പറഞ്ഞു. അവനതിനൊന്ന് മൂളിക്കൊണ്ട് ഭദ്രയെ നോക്കിയതും അവൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. അവിടുന്ന് എഴുന്നേറ്റതും അവളൊന്ന് വേച്ചു പോയി. ജാൻകി വിളിച്ചുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു. എന്താ? എനിക്ക് തല കറങ്ങണ ദേവ, അവൾ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ നേഴ്സിനെ നോക്കി. ഇങ്ങോട്ട് കിടത്തിക്കോളൂ, HB ലെവൽ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നത്.
അവനവനെ നോക്കി പറഞ്ഞതും അവനവൾ അവിടെ കിടത്തി. ദാ ഇത് കുടിക്കും, ക്ഷീണം മാറും. അവർ കയ്യിലെ ജ്യൂസ് പാക്കറ്റ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവളത് വാങ്ങിക്കുടിച്ചു. ORS എഴുതിയില്ലേ ഡോക്ടർ? അത് ഇടയ്ക്കിടയ്ക്ക് കലക്കി കൊടുക്കണം, ക്ഷീണം മാറും. പിന്നെ ഇളനീരും കൊടുക്കാം കേട്ടോ. ദൈവം അതിനൊന്ന് മൂളി. അല്പസമയത്തിന് ശേഷം അവളൊന്ന് ഓക്കെ ആയെന്ന് തോന്നിയതും അവൻ അവളെയും ചേർത്ത് പിടിച്ച് തിരികെ നടന്നു. കാർ പാർക്കിങ്ങിന്റെ അവിടെ എത്തിയതും അവൻ കാണുന്നത് അവിടെ ഇട്ടിരിക്കുന്ന ഒരു കാറിൽ ചേർന്ന് നിന്ന് പരസ്പരം ചുംബിക്കുന്നവരെയാണ്. ആരോ വരുന്ന ശബ്ദം കേട്ടത് അവർ പരസ്പരം അടർന്നു മാറിക്കൊണ്ട് നേരെ നോക്കിയതും കാണുന്നത് ഭദ്രയെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ദേവിനെയാണ്. അത് കണ്ടത് രണ്ടുപേരുടെയും കണ്ണുകളൊന്നും മിഴിഞ്ഞു. ദേവിന്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്ന ഭദ്രയെ കണ്ടതും സുദേവിന് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കത്തി. അവരവിടെ കണ്ടിട്ട് അതിന്റെ യാതൊരു കൂസലും അവനിൽ ഇല്ലായിരുന്നു. എന്നാൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ സ്മിതിക്ക് ഭൂമി പിളർന്ന് താൻ താഴെ പോയിരുന്നെങ്കിലും തോന്നിയ നിമിഷമായിരുന്നത്. ദേവിന്റെ മുമ്പിൽ എടുത്തണിഞ്ഞ മുഖംമൂടിയാണ് ഇന്നിവിടെ അഴിഞ്ഞു വീണത്. നമുക്ക് പോകാൻ ദേവ. ഭദ്രയുടെ ശബ്ദം കാതിലേക്ക് വന്ന് പതിച്ചതും അവൻ അവളെയും കൂട്ടി കാറിനരികിലേക്ക് നടന്നു. അവളെ കാറിലിരുത്തി കാർ സ്റ്റാർട്ട് ചെയ്തും അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. സാഹിർ എന്ന് കണ്ടത് അവൻ ഫോൺ എടുത്തു. ആ പറയൂ സാഹിർ. അപ്പുറത്തുനിന്ന് കേട്ട കാര്യങ്ങൾ ഞെട്ടലുളവാക്കേണ്ടവയായിട്ട് കൂടി അവനിൽ ആ ഒരു ചലനവും സൃഷ്ടിച്ചില്ല. ഇങ്ങനെയൊന്ന് നേരത്തെ മുൻകൂട്ടി കണ്ട പോലെ അവനിലെ ഭാവം. എന്നിട്ട് അവനെന്ത് ചെയ്തു? ഞാൻ വരാം. അതും പറഞ്ഞുകൊണ്ട് അവൻ ആ ഫോൺ കോൾ അവസാനിപ്പിച്ചു. പ്രിൻസസ്, എനിക്കൊരു സ്ഥലം വരെ പോകണം, നീ ഓക്കെ ആണോ? അവൻ അവളിലേക്ക് ചേർന്നിരുന്ന ആ നെറ്റിയിലൊന്ന് മുത്തിക്കൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് വരുമോ? ഒരു 5 minutes. ഒന്ന് മുഖം കാണിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം. അവൻ അവളെ നോക്കി ചോദിച്ച് അവൾ തലയാട്ടി. അവൻ അവളുടെ ചുണ്ടിലൊന്ന് മുത്തിക്കൊണ്ട് നേരെയിരുന്നു. അവിടെ നേരെ കോടതി വളപ്പിലെത്തിയതും അവിടെ ജനസാഗരമായിരുന്നു. മീഡിയാസും പോലീസും ജനങ്ങളും എല്ലാം ആ സ്ഥലം കയ്യേറിയിരുന്നു. ഇവിടെ ഇരിക്കെ, ഞാനേ വന്നു. അവൻ അവളോട് പറഞ്ഞു. അവളൊന്ന് തലയാട്ടി. അവൻ പുറത്തേക്ക് ഇറങ്ങിയതും ഒരുവൻ ആ ജനക്കൂട്ടത്തിൽ നിന്ന് എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് വന്ന ഒരുപോലെയാണ്. മുഖവും വായുമെല്ലാം രക്തത്തിൽ കുളിച്ച് അവൻ ആർത്തി ചിരിച്ചുകൊണ്ടിരുന്നു. പോലീസുകാർ അവനെ നാലുപാടും വളഞ്ഞു. ദേവ് അവനെ തന്നെ നോക്കി നിന്നു. ദേവിനെ കണ്ടവൻ സാഹിർ അവനടുത്തേക്ക് വന്ന് സല്യൂട്ട് നൽകി. കഴുത്തിൽ കടിച്ചു പിടിച്ചത് ജുവലർ വെനീസ് മുറിച്ചാണ് ആക്രമിച്ചത്. അയാളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ്. മജിസ്ട്രേറ്റിനെ കണ്ടിറങ്ങുമ്പോഴാണ് സംഭവം. പ്രതീക്ഷിക്കാൻ നീക്കായതുകൊണ്ട് തന്നെ തടയാൻ സാധിച്ചില്ല. ഓരോന്നിനും അവനാണെങ്കിൽ ഉട്ടും പിടിക്കുന്ന പോലെ അയാളെ കടിച്ചു പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നു. ദേവ് തനിക്ക് മുമ്പിൽ നിന്ന് ആർത്തിച്ചിരിക്കുന്നവനെ തന്നെ നോക്കി നിന്നു. മുന്നിൽ നിൽക്കുന്നവൻ പൂർണ്ണമായ ഒരു ഭ്രാന്തനായി മാറിയത് അവന്റെ ഓരോ ചേഷ്ടകളിലും വ്യക്തമായി കാണപ്പെട്ടു. 2-3 പോലീസുകാർ അവനെ വട്ടം പിടിച്ചുകൊണ്ട് അവനുമായി നടന്നീ. ദേവിനെ കണ്ടത് മീഡിയാസ് എല്ലാവരും അവന് ചുറ്റും വട്ടം കൂടി. സർ, എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് സാറ് പറയാനുള്ളത്? ഇങ്ങനെ ഒരു കാര്യം നടന്ന പോലീസിന്റെ അറിവോടെയാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിന് താങ്കൾക്ക് നിഷേധിക്കാനാവുമോ? കേസിലെ പ്രധാന പ്രതിയാണ് ആക്രമിച്ചിരിക്കുന്നത്. ഇതയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസ് നടത്തിയ ചീപ്പ് ഡ്രാമയാണോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ അവന് നേർക്ക് ഉയർന്നു വന്നു. ലിസൺ, ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് തികച്ചും യാദൃശ്ചികമായി നടന്നൊരു കാര്യമാണ്. ഇവിടെ പോലീസിന് കുറ്റം പറയേണ്ട സാഹചര്യമില്ല. പ്രതീക്ഷിക്കാത്ത സമയത്താണ് അങ്ങനെ ഒരു പ്രവൃത്തി അജനിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇന്നലെ മുതൽ പ്രതിയുടെ മാനസികാരോഗ്യം അത്ര നല്ലതായിരുന്നില്ല. ചിലപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും വ്യക്തിപരമായ വഴക്കുകളായിരിക്കാം ഈ സാഹചര്യത്തിലേക്ക് അജയനെ എത്തിച്ച്. ഇതിൽ പോലീസുകാർ കുറ്റക്കാരല്ല. പ്രതിയുടെ മാനസികാരോഗ്യം പരിശോധിക്കാൻ കോടതി തന്നെ ഉത്തരവിട്ടിരുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നേരിട്ട് അന്വേഷിക്കാവുന്നതാണ്. ഒരു മാനസിക രോഗിയുടെ ചേഷ്ടകളാണ് അവനിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നത്. കണ്ടു നിന്ന് ആർക്കൊന്നും മനസ്സിലാവും. സോ പ്ലീസ്, കുറച്ചുകൂടി നിലവാരമുള്ള ചോദ്യങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതും പറഞ്ഞ് അവൻ തിരികെ കാറിനടുത്തേക്ക് നടന്നു. അവന് പുറകെ പോകാൻ നിന്ന മീഡിയാസിനെ പോലീസുകാർ തടഞ്ഞു വെച്ചു. സാഹിർ, അവൻ എത്രയും വേഗം ഒരു ഡോക്ടറെ കാണിക്കണം. പിന്നെ അയാളുടെ കാര്യം അന്വേഷിച്ചറിഞ്ഞ് എന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് ദിവസം ലീവിലായിരിക്കും. സോ യു ഹാവ് ടു ഹാൻഡിൽ റെസ്റ്റ് ഓഫ് ദീസ് തിങ്സ്. ഓക്കെ സാർ. അവനതിനൊന്ന് മൂളിയതും സാഹിർ അവന് സല്യൂട്ട് നൽകിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറാനായി കാർ ഡോർ തുറന്നു നൽകി. അവനകത്തേക്ക് കയറിയതും ആ ഡോർ അവൻ ചേർത്തടച്ചു. അരികിലിരിക്കുന്നവൾ പുറത്തടക്കുന്ന എന്തെന്ന് മനസ്സിലാവാതെ അവനെ നോക്കി. വീട്ടിലെത്തിയിട്ട് പറയാം. അവൻ പറഞ്ഞതും അവൾ അവന്റെ തോളിലേക്ക് ചാഞ്ഞു. അവനവളുടെ നെറുകിലൊന്ന് ചുംബിച്ചുകൊണ്ട് വണ്ടി മുന്നിലേക്ക് എടുത്തു. ഇല്ലേ, ഞാൻ നാളെ കാലിൽ യാത്രക്ക് പോയിടുവേ, അവൾ തന്നെ കൂടെ നടക്കുന്നവളോട് പറഞ്ഞു. അത് ശരി, അപ്പൊ നാളെ പോവാണ്, ഇനി എന്നാ മടങ്ങിയൊരു കൂടെ നടക്കുന്നവൾ അവളോട് ചോദിച്ചു. അതങ്ങനെ പോണതൊക്കെ അപ്പുറം എന്താ തിരിയും, അവൾ ചിരിയോടെ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ട്രീറ്റ് ഉണ്ടേ. അവൾ റോഡിനപ്പുറമുള്ള ബസ് സ്റ്റാൻഡിലേക്ക് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നതിനിടയിൽ അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ അതിൽ നിന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. അപ്പൊ ശരി, ബൈ. ആ പെൺകുട്ടി അവളോട് യാത്ര പറഞ്ഞു പോയി. അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് കണ്ണു മാറ്റിയതും കാണുന്നത് അവിടെയുള്ള ബസ് സ്റ്റോപ്പിലിരുന്ന് തന്നെ നോക്കുന്നവനെയാണ്. അതോടെ അവളുടെ ചിരി സ്വിച്ച് ഇട്ടതുപോലെ നിന്നു. ആത്താടി, ഇതെന്താ പോലീസുകാരൻ താനേ, ഇന്താളെ എത്തിക്ക് എനിക്ക് വന്ന് ഉക്കാന്തിക്കട്ടെ. അവൻ തന്നെ നോക്കുന്നവളെ കണ്ടതും അവളെ തലയാട്ടിക്കൊണ്ട് അടുത്തേക്ക് വിളിച്ചു. അവളിൽ എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. അവൻ അവളെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് നാക്കുമടക്കി വീണ്ടും അവൾ അടുത്തേക്ക് വിളിച്ചു. അടുത്ത നിമിഷം അവൾ അവന് മുമ്പിൽ പോയി നിന്നു. എന്നാ വൈതുമ്മ, നാ കൂപ്പിട്ട വെറുതൊക്കെ എന്നാ ഉനക്ക് ഇവളെ തഴക്കം? അവനവളെ നോക്കി താടി ഒഴിഞ്ഞോണ്ട് ചോദിച്ചു. ഞാൻ ഇതൊക്കെ നിങ്ങൾ കൂപ്പിടുമ്പോഴേ ഉങ്ക മുന്നാടി പറഞ്ഞു.
അവൾ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് പതർച്ചയോടെ ചോദിച്ചു. ഞാൻ കൂപ്പിടാ നിങ്ങൾ പറമാട്ടീങ്ങളാ? എന്നെ சொன்னீங்க? അവൾ അവനായി കണ്ണു കുറിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. സ്ട്രൈറ്റാ ഞാനൊരു വിഷയം சொல்ல போறேன், காதை திறந்து கேளு. அந்த மாதிரி இந்த மாதிரி அப்படி இப்படி ஒன்றும் என்னால் சொல்ல முடியாது. அவன் கண்ணை பார்த்துதா நான் சொல்லணும். நான் இது சொல்லி ஆகணும். ஏன்னா நீ அவ்வளோ அழக. எனக்கு ஒன்று ரொம்ப 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 பிடிச்சிருக்கு. അവൾ ഞെട്ടിക്കൊണ്ട് അവനെ കണ്ണു വീഴ്ച നോക്കി. അവൻ അവൾക്കടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ മുഖം മുഴുവൻ കണ്ണുകൾ ഓടിച്ചുകൊണ്ട് തുറന്നു. பிடிச்சிருக்குன்னு சொல்லும்போது உன்னோட இந்த முட்டை கண்ணு, நீளமா இருக்கிற மூக்கு, நீல ஆகாய மாதிரி இப்படி துடி துடின்னு துடிச்சிட்டு இருக்கிற இந்த உதடு, அந்த உதடுக்கு கீழே சின்னதா குட்டியா சின்னதா இருக்கிற இந்த அழகான மச்சம், அதுக்கு எல்லாத்துக்கும் மேலே உன்னோட இந்த அப்பாவி ஃபேஸ், இதெல்லாமே எனக்கு ரொம்ப ரொம்ப பிடிச்சிருக்கு. இப்பவே உன் கவுண்டர் அப்பா கிட்ட போய், யோ சக்திவேல் கவுண்டர், உங்க பொண்ணனுக்கு பொண்டாட்டிയെ കൊടുത്തിരുங்கോ, நான் കേക്കട്ടുമോ ഇതുമാ? അവൻ തന്നെ മിഴിച്ച് നോക്കിക്കുന്നവളെ കണ്ണുറുക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ പതിരിക്കൊണ്ട് ചുറ്റും നോക്കിക്കൊണ്ട് ഷാൾ ഉപയോഗിച്ച് മുഖം തുടച്ചു. പാറുങ്കോ, ഇപ്പടിയെല്ലാം കിட்ட சொல்லக்கூடாது, തപ്പ്. അവൾ അവനെ നോക്കാതെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എപ്പടിയെല്ലാം சொல்லலாம்? അവൻ ചുറ്റിനൊന്ന് കണ്ണോടിച്ചുകൊണ്ട് അവളെ ഇടുപ്പിൽ പിടിച്ച് അവിടെയുള്ള ഒരു ഫ്ലക്സിന് മറവിലേക്ക് നീങ്ങിന്ന് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അടഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. അവൾ അവന്റെ പിടിപിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചുറ്റും നോക്കി. അയ്യോ, യാറാവത് വരപ്പോരാങ്ക എന്നെ വിടുങ്ങളാ? അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു. അവനില്ലെന്ന പോലെ തലയാട്ടി. കണ്ടിപ്പ അവനെ വിടമാട്ടെ. ഏതെറിയുമാ, ഞാൻ വിട്ടാലേ നീ ഓടിടുവൻ. അവൻ അവളെ ഒന്നുകൂടി ചേർത്തെത്തിക്കൊണ്ട് പറഞ്ഞു. സത്യമാന ഓടമാട്ടെ. അവൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു. അവനില്ലെന്ന പോലെ തലയാട്ടി. നീ മുതൽ ഞാൻ കേട്ടതുക്ക് ബദൽ சொல்லு. நான் அப்பா கிட்ட வந்து கேட்கட்டுமா? நான் തിരുമണം നാളെ ഊർക്ക് കിളമ്പി പോറേൻ. അവൾ അവനെ നോക്കി പറഞ്ഞു. അവന്റെ കൈകൾ അവളിൽ നിന്ന് അയഞ്ഞു. എന്നെ சொன்ன? തിരുമണമാ? ഉനക്കാ? എപ്പോ? അവൻ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവളോട് തിരക്കി. 3 നാൾക്ക് അപ്പുറം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.